ഒരാൾ അയാളുടെ ജീവിതത്തിൽ അവനവനോട് തന്നെ സ്വയം ചോദിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 6 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഈ ചോദ്യങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന ഉത്തരങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്തിയിട്ട് മികച്ച രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും വലിയ വിജയങ്ങളും നേട്ടങ്ങളും സ്വന്തമാക്കുവാനും നമുക്ക് സാധിക്കും. സ്വാഗതം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി മറ്റൊരു പുതിയ വീഡിയോയിലേക്ക്. ഇതിൽ നമ്മളോട് ചോദിക്കേണ്ട ഒന്നാമത്തെ ചോദ്യം മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതാണ്. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലൂടെ പോയിട്ടുണ്ടാവും മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്നത് നമ്മൾ ആലോചിക്കേണ്ടതില്ല എന്ന്. പലപ്പോഴും പല ആളുകളും പറഞ്ഞു വെച്ചതും ഞാൻ തന്നെ എൻ്റെ മറ്റ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള കാര്യമാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതേ ഇല്ല എന്ന്. എന്നാൽ ഇവിടെ സാഹചര്യം വ്യത്യസ്തമാണ്. നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നമ്മുടെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, ചിന്തകൾ, സ്വപ്നങ്ങൾ, നമ്മുടേതായിട്ടുള്ള ആരെയും ബാധിക്കാത്ത നമ്മുടെ ആക്ടിവിറ്റീസ്, ഇവിടെയൊന്നും മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമേ അല്ല. കാരണം അതൊന്നും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമല്ല, അവരെന്ത് ചിന്തിച്ചു കഴിഞ്ഞാലും. എന്നാൽ മറ്റ് ചില സാഹചര്യങ്ങളിൽ അങ്ങനെയല്ല. നമ്മൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്ന് കരുതുക. അവിടെ നമുക്കൊരു പ്രൊമോഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? നമ്മൾ ഒരുപാട് പഠിച്ചത് കൊണ്ട്, ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണോ നമ്മൾക്കവിടെ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടാവുക? ഒരിക്കലുമല്ല. നമ്മുടെ ഹാർഡ് വർക്ക്, നമ്മുടെ സത്യസന്ധത, നമ്മുടെ ആത്മാർത്ഥത, ഇതൊക്കെയാണ് നമുക്കവിടെ പ്രൊമോഷൻ കിട്ടാൻ സഹായിച്ചിട്ടുള്ളത്. അതായത് കമ്പനിക്ക് നമ്മളൊരു മികച്ച വ്യക്തിയാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടുകൂടിയാണ്. ഇങ്ങനെ ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സമൂഹവുമായിട്ട് ഇടപഴകുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. സമൂഹത്തിലെ മറ്റാളുകളുമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയോ ഇടപഴകുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട, സ്വയം ആത്മപരിശോധന നടത്തേണ്ട, സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് ഇവരുടെ മുന്നിൽ ഞാൻ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പെരുമാറണം, അവരുടെ മനസ്സിൽ ഞാൻ എങ്ങനെയായിരിക്കണം. ഈ ഒരു ചോദ്യത്തിന് ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും വലിയ പ്രാധാന്യമുണ്ട്. ഒരു രാഷ്ട്രീയക്കാരനെ നമുക്കിഷ്ടമാകുന്നത് അയാളുടെ പ്രവർത്തനത്തിൻ്റെയും അയാളുടെ സമൂഹത്തോടുള്ള ബിഹേവ് ചെയ്യുന്ന രീതിയുടെയും ഒക്കെ പിൻബലത്തിലാണ് ഒരു രാഷ്ട്രീയക്കാരനെ, ഒരു പൊതുപ്രവർത്തകനെ നമുക്കിഷ്ടമാകുന്നത്. എന്നാൽ ചില ആളുകളെ നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാറില്ല. കാരണം അവരുടെ സ്വഭാവ രീതി, അവർ പെരുമാറുന്ന രീതി, അവരുടെ വാക്കുകൾ, ഇതൊന്നും നമുക്കൊരു പക്ഷേ ഇഷ്ടമാവില്ല. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ മാറ്റി നിർത്തും, അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. ചില ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ വ്യക്തിത്വം, ബിഹേവ് ചെയ്യുന്ന രീതി വ്യത്യസ്തമായതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നമുക്ക് ചുറ്റും ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകും. അവരുടെ മുന്നിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, അവരുടെ മുന്നിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന് സ്വയം ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. ആ ചോദ്യത്തിൽ നിന്ന് നമുക്കൊരു മികച്ച ഉത്തരം കണ്ടെത്താൻ പറ്റണം. ആ ഉത്തരം ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കുക. അവരുടെ മുന്നിൽ നമ്മളൊരു മികച്ച വ്യക്തിയാവുകയും ഓട്ടോമാറ്റിക്കലി ആ മേഖലയിൽ വലിയ വിജയങ്ങൾ നമുക്ക് സ്വന്തമാക്കുവാനും സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ സമൂഹവുമായിട്ട്, മറ്റ് വ്യക്തിബന്ധങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ, ഇടപഴകുന്ന സാഹചര്യങ്ങളിൽ, പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളിൽ എപ്പോഴും നമ്മൾ ചോദിക്കുക, ഇവരുടെയൊക്കെ മുന്നിൽ ഞാൻ എങ്ങനെയായിരിക്കണം, ഇവരുടെയൊക്കെ മനസ്സിൽ ഞാൻ എങ്ങനെയുള്ള വ്യക്തിയായിരിക്കണം. ആ രീതിയിലായി മാറാൻ നമ്മൾ ശ്രമിച്ചാൽ അവിടെ നമുക്ക് വലിയ വിജയങ്ങൾ സ്വന്തമാക്കാനാവും. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി പറയാനുള്ള രണ്ടാമത്തെ കാര്യം, ജീവിതത്തിൽ എൻ്റെ തിരഞ്ഞെടുപ്പുകൾ ഏതൊക്കെയായിരിക്കണമെന്നതാണ് സ്വയം ചോദിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം. അതായത് ജീവിതത്തിൽ നമ്മൾ ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ നമ്മൾ നടത്താറുണ്ട്. നമ്മളൊരു ജോലി തിരഞ്ഞെടുക്കുന്നു, നമ്മളൊരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കാണാൻ പോകുന്നു, നമ്മുടെ സൗഹൃദങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു, നമ്മളൊരു പുതിയ വാഹനം വാങ്ങിക്കുന്നു, നമ്മളൊരു വീട് പണിയുന്നു. അതിൻ്റെ പ്ലാൻ, അതൊരു വലിയ തിരഞ്ഞെടുപ്പാണ് അല്ലേ? ജീവിതത്തിൽ എത്രയെത്ര തിരഞ്ഞെടുപ്പുകളാണ് നമ്മൾ നടത്താറുള്ളത്. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം തന്നെ ഒരുപാട് തിരഞ്ഞെടുപ്പുകളുടെ ഒരു വേദിയാണെന്ന് കാണാൻ പറ്റും. ഇവിടെയാണ് ജീവിതത്തിൽ നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ എങ്ങനെയാവണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടുള്ളതാവണം, നമുക്ക് സന്തോഷങ്ങൾ നൽകുന്നതാവണം. ആ തിരഞ്ഞെടുപ്പുകൾ മോശമായാൽ ജീവിതം വലിയ പ്രശ്നങ്ങളിലേക്കും വലിയ അസ്വസ്ഥതകളിലേക്കുമൊക്കെ വഴുതിപ്പോകുമെന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മളൊരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക്
ഇഷ്ടമുള്ള, നമുക്ക് സന്തോഷങ്ങൾ നൽകാൻ കഴിയുന്ന, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളെ ആയിരിക്കണം അല്ലേ? നമ്മളൊരു ജോലി തിരഞ്ഞെടുക്കുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് കംഫർട്ടബിളായ, നമ്മുടെ കഴിവുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മേഖല നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റണം. നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് ഇഷ്ടത്തോടെ അത് ചെയ്യാൻ പറ്റണം. അപ്പോൾ ജീവിതത്തിൽ നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ ഏതൊക്കെയായിരിക്കണം എന്നത് സ്വയം നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ്. ജീവിതത്തിൽ തിരഞ്ഞെടുപ്പുകൾ തെറ്റിപ്പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും പല പരാജയങ്ങളും പല പ്രതിസന്ധികളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നല്ല തിരഞ്ഞെടുപ്പുകൾ ഏതൊക്കെയാണെന്നറിയാൻ നമ്മളോട് തന്നെ സ്വയം ചോദിച്ചുകൊണ്ടേയിരിക്കുക. ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഇനിയുള്ള യാത്രകളിലും ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ നമുക്ക് ഇനിയും നടത്തേണ്ടതുണ്ട്. അവിടെയൊക്കെ നമ്മൾ ആ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നിൽ സ്വയം നമ്മൾ ചോദിക്കണം, ഏത് തിരഞ്ഞെടുക്കണം? നമ്മളെ മനസ്സിലാക്കി, നമ്മുടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കി, നമ്മുടെ സാധ്യതകളെ മനസ്സിലാക്കി, അങ്ങനെ എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാവണം ഓരോ തിരഞ്ഞെടുപ്പുകളും ജീവിതത്തിൽ നമ്മൾ നടത്തേണ്ടത്. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി പറയാനുള്ള മൂന്നാമത്തെ കാര്യം, നമ്മുടെ മൂല്യം എങ്ങനെ അടയാളപ്പെടുത്തണം എന്നുള്ളതാണ്. എല്ലാ മനുഷ്യനും അവനവൻ്റേതായിട്ടുള്ള ഒരു മൂല്യമുണ്ട്. വിലയില്ലാത്ത ആരും തന്നെയില്ല. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള ഒരു വില ഈ ലോകത്ത് ഉണ്ട്. ആ വില നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. എല്ലാവർക്കും അവനവൻ്റേതായിട്ടുള്ള ഒരു കഴിവില്ലേ, ഒരു പ്രത്യേകത. ആ പ്രത്യേകതകൾ അടയാളപ്പെടുത്താനാണ് നമ്മൾ ജീവിതത്തിൽ ശ്രമിക്കേണ്ടത്. മരിച്ച് മണ്ണോട് ചേരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ, അത് നമുക്കൊരു ശ്രമം നടത്താൻ കഴിഞ്ഞാൽ ജീവിതം കുറെ കൂടി അർത്ഥപൂർണമാകും. നമ്മൾ വലിയ വിജയങ്ങളൊക്കെ നേടിയെന്ന് കരുതുക, മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആ വിജയത്തിന് എന്ത് പ്രസക്തിയാണ്, നമുക്ക് അത് അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെയല്ല, നമുക്ക് മരിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടേതായ എന്തെങ്കിലുമൊക്കെ ഇവിടെ അടയാളപ്പെടുത്തി കടന്നു പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ജീവിച്ചിരിക്കുമ്പോൾ ആ ജീവിതം അർത്ഥപൂർണമായിരുന്നു എന്നതാണ്. ഒരെഴുത്തുകാരൻ വലിയൊരു എഴുത്തുകാരനാവുകയും ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായി വിറ്റഴിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തിയെ നമ്മളൊക്കെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ, മരണത്തിന് ശേഷം അദ്ദേഹത്തിന് അത് അനുഭവിക്കാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ അതിൻ്റെ അർത്ഥം ജീവിച്ചിരിക്കുമ്പോൾ ആ എഴുത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കുറെ കൂടി അർത്ഥപൂർണമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. നമുക്കൊരു പക്ഷേ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. ആ എഴുത്തിലൂടെ അദ്ദേഹം ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ടാവാം, ജീവിതം കുറെ കൂടി സുന്ദരമാക്കിയിട്ടുണ്ടാവാം, ആത്മസംതൃപ്തിയോടെ അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടാവാം. ഇവിടെയാണ് നമ്മുടെ കഴിവുകളിലൂടെ നമ്മൾ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അടയാളപ്പെടുത്തി കടന്നു പോകാൻ കഴിയുന്ന ഒരാളായിട്ട് മാറുക. ജീവിച്ചിരിക്കുമ്പോൾ ആ ജീവിതം അർത്ഥപൂർണമായിരുന്നു എന്നുള്ളതിൻ്റെ ഒരടയാളപ്പെടൽ കൂടിയാണ് ആ ഒരു സത്യാവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത്. അതുകൊണ്ട് അവനവൻ്റെ മൂല്യത്തെ അടയാളപ്പെടുത്തുവാനുള്ള ശ്രമം ജീവിതത്തിൽ നമുക്കുണ്ടാവണം. അതിന് സ്വയം ചോദിക്കണം, എൻ്റെ മൂല്യം എന്താണെന്ന്, എൻ്റെ കഴിവ് എന്താണെന്ന്, എൻ്റെ പ്രത്യേകത എന്താണെന്ന്, എൻ്റെ ജീവിതത്തിൻ്റെ പേർപ്പസ് എന്താണെന്ന് സ്വയം നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. അതാണ് മൂന്നാമത്തെ കാര്യം. ഇനി പറയാനുള്ള നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് കഴിവുകൾ നമുക്കുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില പരിമിതികളുമുണ്ട്. എല്ലാ മനുഷ്യനുമുണ്ട് അവനവൻ്റേതായിട്ടുള്ള ചില കുറ്റങ്ങളും കുറവുകളും. പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ എന്നതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള വശങ്ങളും നമുക്ക് എല്ലാവർക്കും തന്നെ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. എന്തിനാണ് നമുക്ക് നമ്മുടെ പരിമിതികളെക്കുറിച്ച് അറിയണമെന്ന് പറയുന്നത്? ആ പരിമിതികളെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നമുക്കതിനെ മറികടന്ന് നമ്മുടെ ജീവിതത്തിൽ സക്സസ് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. പരിമിതികൾ എന്ന് പറയുമ്പോൾ അത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാവാം ഓരോ മനുഷ്യനുമുള്ളത്. ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പരിമിതികൾ ഉണ്ടാവും, ലിമിറ്റേഷൻസ് അല്ലേ. നമുക്ക് ഒരുപാട് കാശൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പല ആഗ്രഹങ്ങളും പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയാതെ പോകുന്നതോ. അപ്പോൾ നമ്മുടെ പരിമിതികളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാവണം. എനിക്ക് എന്തൊക്കെയാണ് പരിമിതികളുള്ളത് എന്ന് സ്വയം ചോദിക്കാനാവണം. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില ഉത്തരങ്ങളുണ്ടാകും. ആ ഉത്തരങ്ങളിൽ നിന്ന് അതിനെ അതിജീവിക്കുവാനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുകയാണ് വേണ്ടത്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് നമുക്ക് പ്രശ്നമെങ്കിൽ സാമ്പത്തികമായി വളരുക എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി. ചില ആളുകൾക്ക് ഒരു ഉത്തരവാദിത്വം ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു മാനസികമായ കരുത്ത്
ഒരു ആത്മവിശ്വാസം ഇല്ലാതെ ഒരു പ്രശ്നമുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആത്മവിശ്വാസമില്ലായ്മ എന്ന് പറയുന്നതും ഒരു പരിമിതി തന്നെയാണ്. അപ്പോൾ അത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമാവേണ്ടത്. അപ്പോൾ ജീവിതത്തിൽ നമ്മുടെ പരിമിതികളെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഇടാം. എന്തൊക്കെയാണ് എൻ്റെ പരിമിതികൾ, നിലവിലുള്ള പരിമിതികൾ എന്തൊക്കെയാണ്? വ്യക്തിപരമായിട്ടുള്ള പരിമിതികൾ, കുടുംബപരമായ പരിമിതികൾ, സാമ്പത്തികപരമായ പരിമിതികൾ. ഇതിനെക്കുറിച്ച് സ്വയം അറിയാൻ നമ്മളോട് തന്നെ സ്വയം ചോദിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് എനിക്ക് പരിമിതികളായിട്ട് എൻ്റെ ജീവിതത്തിലുള്ളത്? അതറിയുമ്പോഴാണ് നമുക്കതിനെ മറികടക്കുവാനുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ സൊല്യൂഷൻസ് കണ്ടെത്താനാവുക. അതാണ് 4ാമത്തെ കാര്യം. ഇനി പറയാനുള്ള 5ാമത്തെ കാര്യം, എന്തൊക്കെയാണ് എൻ്റെ സങ്കടങ്ങളെന്ന് സ്വയം നമുക്ക് ചോദിക്കാനാവണം. എല്ലാ മനുഷ്യനും അവനവൻ്റേതായിട്ടുള്ള ചില സങ്കടങ്ങളുണ്ട്. എനിക്ക് എൻ്റേതായ സങ്കടങ്ങളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ സങ്കടങ്ങളുണ്ട്, മറ്റൊരാൾക്ക് അവരുടേതായിട്ട് സങ്കടങ്ങളുണ്ട്. സങ്കടങ്ങൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് നഷ്ടങ്ങളുമായിട്ടാണ് കൂടുതലും കണക്ട് ചെയ്യപ്പെടുന്നത് അല്ലേ. നമുക്ക് പ്രിയപ്പെട്ടവരുടെ വേർപാട് ഒരു നഷ്ടമാണ്, അതൊരു വലിയ സങ്കടമാണ് അല്ലേ. പ്രണയം നഷ്ടപ്പെടുമ്പോൾ അതൊരു സങ്കടമാണ്. ഒരു ബിസിനസ് തുടങ്ങി അത് പരാജയപ്പെട്ടു, അതൊരു വലിയ സങ്കടമാണ്. അങ്ങനെ ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളെയും എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിയുമ്പോൾ ഓരോ മനുഷ്യനും അവനവൻ്റേതായിട്ടുള്ള കുറേ സങ്കടങ്ങളുണ്ട്. അവനവൻ്റേതായിട്ടുള്ളൊരു സ്വപ്നം ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാതെ പോകുമ്പോൾ അതൊരു സങ്കടമാണ്. സാമ്പത്തികമായിട്ടുള്ളൊരു നഷ്ടം ഉണ്ടാകുമ്പോൾ അതൊരു സങ്കടമാണ്. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഒരുപാട് സങ്കടങ്ങളുടെ ഒരു കൂട്ടം ഓരോ മനുഷ്യനുമുണ്ട്. ഈ സങ്കടങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. നമുക്ക് നമ്മളോട് തന്നെ സ്വയം ചോദിക്കാൻ പറ്റണം, എന്തെല്ലാം സങ്കടങ്ങളുണ്ട് എനിക്കെന്ന്. കാരണം എന്താണെന്നറിയോ, ഈ സങ്കടങ്ങൾ മാനസികമായ അസ്വസ്ഥതയിലേക്ക് വഴുതി വീഴുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ ഈ അസ്വസ്ഥതകൾ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. അതുകൊണ്ടാണ് നമ്മുടെ സങ്കടങ്ങളെക്കുറിച്ച് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനെ പ്രതിരോധിക്കുവാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പറയാൻ കാരണം, എല്ലാ മനുഷ്യനും, ആർക്കാണ് സങ്കടങ്ങളില്ലാത്തത്? എല്ലാ മനുഷ്യനും സങ്കടങ്ങളുണ്ട്. ആ സങ്കടങ്ങളെ ഒരാൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് മാറി നിൽക്കപ്പെടുന്നതും അതിജീവിക്കപ്പെടുന്നതും. അതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മളിലേക്ക് തന്നെ നോക്കുക, നമ്മളോട് തന്നെ സ്വയം ചോദിക്കുക, എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താണ്, അത് എൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നുണ്ടോ എന്ന് സ്വയം തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. സങ്കടങ്ങളിൽ നമ്മൾ വഴുതി വീഴാൻ പാടില്ല, നമ്മളെ പരാജയപ്പെടുത്തും. മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ ജീവിതത്തിൽ ഒരു കാര്യവും നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനാവില്ല. എല്ലാത്തിലും പാകപ്പിഴകൾ, പ്രശ്നങ്ങൾ കടന്നു വരും. അതുകൊണ്ട് മനസ്സിൻ്റെ സങ്കടങ്ങളെ അതിജീവിക്കണമെങ്കിൽ, അതിനെ മറികടക്കണമെങ്കിൽ ഉള്ളിലുള്ള സങ്കടങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ടായിരിക്കണം. സ്വയം ചോദിക്കുക, എൻ്റെ ഏറ്റവും വലിയ സങ്കടങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ മനസ്സിനെ ഏറ്റവും അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പരിഹരിക്കുക. ഇതല്ല, ഇതിലപ്പുറവും എനിക്കൊരു നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടെന്ന യാഥാർത്ഥ്യത്തോടുകൂടി നമ്മളതിനെ സമീപിച്ച് നേരിടുക. അതിന് അവനവൻ്റെ സങ്കടങ്ങളെ സ്വയം പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് 5ാമത്തെ കാര്യം. ഇനി പറയാനുള്ള 6ാമത്തെ കാര്യം, എൻ്റെ പേടികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓരോ മനുഷ്യനും കുറേ പേടികളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള കുറേ പേടികൾ. ചില പേടികളൊക്കെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ നമുക്ക് സമ്മാനിച്ച പേടികളാവാം. മറ്റു ചിലത് സ്വാഭാവികമായിട്ടുള്ള ജനറ്റിക്കായിട്ട് തന്നെ നമുക്ക് ചില പേടികൾ ഉണ്ടായിരിക്കും. ഈ പേടികളെയൊക്കെ നമ്മൾ മറികടക്കേണ്ടതുണ്ട്. കുട്ടികളൊക്കെ ആണെങ്കിൽ പരീക്ഷയ്ക്ക് പോകാൻ പേടിയാണ്, ഇൻ്റർവ്യൂവിന് പോകാൻ പേടിയാണ്, സ്കൂളിൽ പോകാൻ പേടിയുള്ള ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് പേടികൾ കുട്ടികളെ സംബന്ധിച്ചിട്ടുണ്ട്. മുതിർന്ന ആളുകളെ സംബന്ധിച്ചിട്ടും ഇഷ്ടംപോലെ പേടികളുണ്ട് അല്ലേ. ഓരോ കാര്യങ്ങൾ ചെയ്യാനും പേടികളാണ്. ആ പേടികളാണ് സ്വന്തമായിട്ട് മുന്നിട്ടിറങ്ങിയിട്ട് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. എന്തിന്? ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് അടക്കാൻ പറ്റുമോ എന്ന് പേടിച്ചിട്ട് ലോൺ എടുക്കാതെ ആളുകളുണ്ട്. ലോൺ എടുക്കാതെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷൻ ലോൺ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെടുക്കാനുള്ള ആത്മധൈര്യം ഉണ്ടായാൽ മാത്രമേ നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അപ്പം അതിന് പോലും നമുക്ക് ധൈര്യമില്ല. ഒരു ബിസിനസ്സൊക്കെ തുടങ്ങണമെന്നുണ്ട്, പക്ഷെ പൈസയില്ല, ലോൺ എടുക്കാനുള്ള ധൈര്യമില്ല. അപ്പോൾ കാര്യങ്ങൾ എന്ത് ചെയ്യും? ഒന്നും നടക്കില്ല. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള കുറേ പേടികൾ നമ്മളെ പരാജയപ്പെടുത്തുന്ന കാര്യമാണ്. ധൈര്യത്തോടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ നേരിടാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടെത്തിക്കാൻ പറ്റും. അതുകൊണ്ട് പേടിയെ നമ്മൾ മറികടക്കുക എന്നുള്ളതാണ്. അതിന് ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ പേടികളെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണകൾ ഉണ്ടായിരിക്കണം. സ്വയം ചോദിക്കുക, എന്തൊക്കെ
എന്തൊക്കെ പേടികളാണ് എനിക്കുള്ളത്, അല്ലേ? സംസാരിക്കാനൊക്കെ നല്ല കഴിവുണ്ട്, ഒരു സ്റ്റേജിൽ കയറാൻ പേടിയാണ്. അപ്പോൾ അവനവൻ്റെ പേടികളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക? അതിന് സൊല്യൂഷൻസ് കണ്ടെത്തുക, അതിൻ്റെ വഴികൾ, മാർഗങ്ങൾ, പ്രതിവിധികൾ നമ്മൾ കണ്ടെത്തുക. അങ്ങനെ ധൈര്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരാളായിട്ട് മാറുക. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടെങ്കിൽ ആ കഴിവുകൾ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയാതെ പോകുന്നത് പലപ്പോഴും ഈ പേടിയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള പേടികളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിനെ പഠിച്ച് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട 6 കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് നമ്മളെക്കുറിച്ച് കുറേയൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. നമ്മൾ നമ്മളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നമ്മളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ചിത്രം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത്. അതിലൂടെ നമുക്ക് കൃത്യമായി നമ്മളെ സ്കാൻ ചെയ്ത് നമ്മളെ പഠിക്കുവാനും വേണ്ട മാറ്റങ്ങൾ വരുത്തി ജീവിതത്തിൽ കുറെ കൂടി ശക്തമായി മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കും. എല്ലാ പ്രിയപ്പെട്ടവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.